മെറ്റനോയ മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസത്തിൽ നമ്മൾ കൊച്ചു കുഞ്ഞുങ്ങൾ എന്ന് വെച്ചാൽ ഗർഭസ്ഥ ശിശുവുമായി ബന്ധപ്പെട്ടുള്ള ആ സമയത്തുള്ള ട്രെയിനിങ്ങിനെ കുറിച്ചാണ് പറഞ്ഞത്. ഏത് രീതിയിലുള്ള ട്രെയിനിങ് വേണം എന്നുള്ളതാണ് പറഞ്ഞത്. നിങ്ങളത് ശ്രദ്ധിച്ചു കാണും എന്ന് വിചാരിക്കുന്ന. അവസാനം നമ്മൾ നിർത്തിയപ്പോൾ ആവർത്തന പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം വായിച്ചു. അതിൻ്റെ എക്സ്പ്ലനേഷൻ ചുരുക്കമായി പറഞ്ഞ് നിർത്തി. അതിലിങ്ങനെയാണ് പറയുന്നത്: നീ അവയെ നിൻ്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കുകയും നീ വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെക്കുറിച്ച് സംസാരിക്കുകയും വേണം. അവയെ അടയാളമായി നിൻ്റെ കൈമേൽ കെട്ടണം. അവ നിൻ്റെ കണ്ണുകൾക്ക് പട്ടമായിരിക്കണം. അവയെ നിൻ്റെ വീടിൻ്റെ കട്ടിലിന്മേലും പടിവാതിലിന്മേലും എഴുതണം. ദൈവത്തെ സ്നേഹിക്കണമെന്നും ദൈവത്തിൻ്റെ കൽപ്പനകൾ പ്രമാണിക്കണമെന്നും അത് മനസ്സിലാക്കണമെന്നും കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ആവർത്തന പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഭാഗമാണത്. കഴിഞ്ഞ പ്രാവശ്യം അത് പറഞ്ഞു. ചില മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം അവർ ദൈവ വഴിയിൽ നടക്കുന്നൊന്നുമില്ല. എന്നാൽ അവരുടെ മക്കൾ ദൈവത്തെ അറിഞ്ഞ് ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്. കാരണം അവർ വഴിവഴിച്ച് പോകരുത് എന്ന് ഉള്ള ആഗ്രഹം. ഇവിടെ ദൈവം പറയുന്നത് നീ വീട്ടിലിരിക്കുമ്പോഴും കിടക്കുമ്പോഴും എന്ന് വെച്ചാൽ എല്ലാ ദിനചര്യകളുടെ സമയത്തും ഈ വിഷയം കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. കുഞ്ഞുങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. രാവിലെ ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും ഒക്കെ. ഞാൻ ആദ്യം പറഞ്ഞു നമ്മുടെ ട്രെയിനിങ് ആരംഭിക്കുന്ന ഗർഭസ്ഥ ശിശുവിലാണ്. പെട്ടെന്ന് ഞാൻ ഓർത്തൊരു കാര്യം പറയാം. നേരത്തെ അത് പറഞ്ഞില്ല എന്ന് എനിക്ക് തോന്നുന്നു. നമുക്കറിയാം, പരിശുദ്ധാത്മാവിൻ്റെ അനോയിൻറ്റിങ് പോലും, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പോലും ഗർഭസ്ഥ ശിശുവിനുണ്ടായതായിട്ട് നമ്മൾ ബൈബിളിൽ കാണുന്നുണ്ട്. യേശു ക്രിസ്തുവിൻ്റെ ജനനത്തിൻ്റെ സമയത്ത് അത് യേശു ആയിരുന്നു എന്ന് നമുക്കത് ഒഴിവാക്കാം. ഓക്കെ, യേശു ദൈവത്തിൽ നിന്നായതുകൊണ്ട് അങ്ങനെയാണ് നമുക്ക് പറയാമെങ്കിൽ, യേശുവിൻ്റെ അമ്മ മറിയ എലിസബത്തിൻ്റെ അരികെ ചെന്നപ്പോൾ എലിസബത്തിൻ്റെ ഗർഭസ്ഥ ശിശു തുള്ളി. അവിടെ ഒരു അനോയിൻറ്റിങ് നടക്കുകയാണ്. ഒരു ഫിസിക്കൽ ഇമ്പാർട്ടേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. യേശുവിൻ്റെ പ്രസൻസ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേ വയറ്റിൽ കിടക്കുന്ന ഗർഭസ്ഥ ശിശു, പിന്നീട് യോഹന്നാൻ സ്നാപകനായി വന്ന ആ കുഞ്ഞ് ശരിക്കും അനോയിൻറ്റഡായി എന്ന് നമ്മൾ കാണും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എനിക്ക് പറയാനുള്ള, നമ്മുടെ ട്രെയിനിങ് ആരംഭിക്കേണ്ടത് തന്നെ അമ്മയുടെ വയറ്റിൽ വെച്ച് തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ട്രെയിനിങ് ആരംഭിക്കണം. വിശ്വാസികളായിട്ടുള്ളവർക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. വിശ്വാസികളല്ലാത്തവർ പോലും ആ അമ്മയുടെ വയറ്റിലോട്ട് ആ കൈവച്ചൊക്കെ ഇടയ്ക്ക് ആ കുഞ്ഞിനെ ഒന്ന് അനുഗ്രഹിച്ച് ഒരു അഭിഷേക പ്രാർത്ഥനയൊക്കെ നടത്തുന്നത് നല്ലത് തന്നെയാണ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അങ്ങനെ ചെയ്താൽ, അതൊന്നും ബൈബിളിൽ അങ്ങനെയൊന്നും എഴുതിയിട്ടില്ല, എന്നാൽ അങ്ങനെ ചെയ്താലേ കുഞ്ഞിന് ആ വലിയൊരു പരിശുദ്ധാത്മാവിൻ്റെ ഒരു നിയോഗം ആ കുഞ്ഞിലേക്ക് വരും എന്ന് മറന്നുപോയത്. ഇവിടെ പറയുന്നത് ആ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ബാല്യത്തിലുള്ള കാര്യങ്ങളാണ്, 10 വയസ്സ് വരെയുള്ള ട്രെയിനിങ്ങിൻ്റെ സമയങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കുഞ്ഞുങ്ങളെ ചെറുപ്പത്തിലെ അവരുടെ 5-6 വയസ്സ് പ്രായം ആകുന്നവരെ അവരെ ഏത് രീതിയിൽ നമ്മൾ ട്രെയിൻ ചെയ്യുന്നോ അതൊന്നും നഷ്ടമല്ല, അതൊന്നും വിട്ടുപോവുകയില്ല, അതവിടെ കിടക്കും. അതുകൊണ്ടാണ് ചെറുപ്പത്തിൽ തന്നെ കുഞ്ഞുങ്ങളെ വേദപുസ്തകത്തിൽ അല്ലെങ്കിൽ ദൈവവചനത്തിലെ പരിജ്ഞാനത്തിൽ നിറയ്ക്കണം എന്ന് പറയുന്നത്. ഇപ്പം തന്നെ പല ചർച്ചസിലുമൊക്കെ സൺഡേ സ്കൂളും കാര്യങ്ങളുമൊക്കെ ഉണ്ട്. എന്നാൽ മാതാപിതാക്കൾ സഭയിൽ പോവുകയും പള്ളികളിൽ പോവുകയും റെഗുലറായിട്ട് അത് അറ്റൻഡ് ചെയ്യുകയും ചെയ്തെങ്കിൽ മാത്രമേ കുഞ്ഞുങ്ങൾക്ക് അത് സൺഡേ സ്കൂളിൽ പോകാനും അവിടെ ഇരുന്ന് പഠിക്കാനും ഒക്കെയുള്ള അവസരങ്ങൾ കിട്ടുള്ളൂ. അവരത് ഉപേക്ഷയായി വിചാരിച്ചാൽ കുഞ്ഞുങ്ങളും അത് ചെയ്യും. അവരൊരു മോഡലല്ല. ഇവിടെ വീട്ടിലിരിക്കുമ്പോഴും അതുപോലെ കിടക്കുമ്പോഴും എന്ന് വെച്ചാൽ രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും എല്ലാം ഈ ദിനചര്യയിലെല്ലാം തന്നെ ദൈവത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. ഇവിടെ കുടുംബ പ്രാർത്ഥനയുടെ വലിയൊരു പ്രാധാന്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതിൻ്റെ പ്രിൻസിപ്പിൾസ് ഞാൻ പറയുമ്പോഴേ ആ കുടുംബ പ്രാർത്ഥന ഏത് രീതിയിലാവണമെന്ന് നമുക്ക് പറയാം. ഇപ്പം ജനറലായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട്. അത് ഞാനിങ്ങനെ ചുരുക്കമായി അങ്ങനെ പറഞ്ഞങ്ങ് പോകുന്നു മാത്രമേ ഉള്ളൂ. കുടുംബ പ്രാർത്ഥനയിൽ കുഞ്ഞുങ്ങളെ പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ട ഉത്തരവാദിത്വം മാതാപിതാക്കൾക്കുണ്ട്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് നമുക്ക് ഒരു എപ്പിസോഡ് മുഴുവൻ സംസാരിക്കേണ്ട ആവശ്യം. അതിലേക്ക് നമ്മൾ പിന്നീട് പോകും. അപ്പോൾ നമ്മളിപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ കൊച്ചു കുഞ്ഞുങ്ങൾ ബാല്യത്തിൽ 5 വയസ്സ് 6 വയസ്സ് 10 വയസ്സ് താഴേക്കുള്ള സമയങ്ങളിൽ ഇവരെ പല സ്ഥലങ്ങളിൽ നമ്മൾ കൊണ്ടുപോകും. അപ്പോൾ അവിടെയൊക്കെ തന്നെ അവർ കുഞ്ഞുങ്ങൾ മാതാപിതാക്കളുടെ എക്സാമ്പിൾസാണ് ഫോളോ ചെയ്യുന്നത്.
ഇപ്പം 1-2 എക്സാമ്പിൾസ് ഞാൻ പറയാം. ഉദാഹരണം പറഞ്ഞാൽ ഒരു സൂവിൽ അല്ലെങ്കിൽ ഒരു സയൻസ് എക്സിബിഷനോ എന്തെങ്കിലും പോകുന്നു എന്നിരിക്കട്ടെ. അങ്ങനെ ആകുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഓരോ കാര്യങ്ങൾ ഈ ആങ്സൈറ്റി കൊണ്ട് അല്ലെങ്കിൽ അവരുടെ എന്തൂസിയാസം കൊണ്ട് ഇങ്ങനെ ചോദിക്കും. അപ്പോഴിതെല്ലാം നമുക്ക് പറഞ്ഞു കൊടുക്കാം. സൂവിൽ പോയി പറഞ്ഞാൽ പോലും പല ഡിഫറെൻ്റ് ആയിട്ടുള്ള ബേർഡ്സ് അല്ലെങ്കിൽ അവിടെയുള്ള മൃഗങ്ങൾ, ദൈവത്തിൻ്റെ സൃഷ്ടിയെക്കുറിച്ച്, ഓരോരുത്തരുടെ ദൈവത്തിൻ്റെ ആ സൃഷ്ടി, അതിൻ്റെ മനോഹാരിതയെക്കുറിച്ച് എല്ലാം പറയാൻ പറ്റും. സയൻസ് എക്സിബിഷനിൽ പോലും സയൻസിൻ്റെ ഓരോ പ്രിൻസിപ്പിൾ അതൊക്കെ ദൈവം കാണിച്ചു തന്നിരിക്കുന്ന ബൈബിളുമായിട്ട് കമ്പയർ ചെയ്ത് പറയാനും ഒക്കെ ഇതിൻ്റെ പരിജ്ഞാനമുള്ള മാതാപിതാക്കൾക്ക് പറ്റും. അങ്ങനെ ഒരു തിങ്കിങ് നമ്മൾ പോകുന്ന വഴിയിലുണ്ടെങ്കിൽ അവിടെയൊക്കെ നമുക്ക് ദൈവത്തെക്കുറിച്ച് പറയാനുള്ള അവസരങ്ങളുണ്ട്. അതുപോലെ തന്നെ പല ഇൻസിഡൻസ്, ജീവിതത്തിലെ പല ഇൻസിഡൻസുകൾ വരും. ഇപ്പം നമുക്കറിയാവുന്ന ജീവിതത്തിലൊക്കെ ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ തന്നെ അടുത്ത ഒരു പറമ്പിൽ നിൽക്കുന്ന ഒരു മരത്തിൻ്റെ ഇല ഇതിങ്ങനെ റെഗുലറായിട്ട് വീണുകൊണ്ടിരിക്കുക. എന്നുവെച്ചാൽ അപ്പുറത്തെ പറമ്പിൽ അത് നമുക്ക് വലിയ തലവേദനയുണ്ട്. അത് പലപ്പോഴും നമ്മുടെ ഈ വെള്ളം പോകുന്ന വാൽവുകൾ അടയുന്നു. അത് വന്നിട്ട് പിന്നെ ടെറസിൻ്റെ മുകളിലൊക്കെ വന്നിട്ട് നമുക്കത് ക്ലീൻ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട് വരുന്നു. അതുപോലെ താഴെ വരുമ്പോഴത് വൃത്തികേടായി കിടക്കുന്നു. അന്നേരം അവിടെ ചെന്നിട്ട് നമ്മൾ അവരോട് പറയുന്നു, അത് മരത്തിൻ്റെ ഇല വീഴുന്നു, ഒന്നുകിലും മരം അത് കോതിക്കളയണം അല്ലെങ്കിൽ ഇങ്ങോട്ട് വീഴാൻ ശ്രമിക്കണം. അതായത് നമ്മുടെ മോൻ വന്ന് പറയുക, ഡാഡി അങ്ങനല്ല, ഇത് വീഴുകയാണെങ്കിൽ നമ്മൾ അവരെ അങ്ങനെ പറഞ്ഞാൽ പറ്റത്തില്ല, നമുക്ക് ചീത്ത പറയണം, അല്ലെങ്കിൽ നമുക്ക് അവരെ കംപ്ലൈൻറ്റ് ചെയ്യണം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിൽ അത് റിറ്റാലിയേറ്റ് ചെയ്യണം എന്നൊക്കെ കുഞ്ഞ് പറയുമ്പോഴേ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത് ഇങ്ങനെയാണ്. നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്. നമുക്കൊന്ന് പറയാം, അവനോട് പറയാം. അവനത് ചെയ്തില്ലെങ്കിൽ നമുക്ക് അതനുസരിച്ച് അവനോട് പ്രതികാരം ചെയ്യാനായിട്ട്, റിറ്റാലിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റത്തില്ല. ഇങ്ങനെയുള്ള റെസ്പോൺസാണ് നമുക്ക് കുഞ്ഞുങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ നമുക്ക് അവിടെ കുഞ്ഞിൻ്റെ മുമ്പിൽ വെച്ച് നമുക്ക് എങ്ങനെ ആ മരം ഉണക്കാം, അല്ലെങ്കിൽ ഏത് രീതിയിൽ അവനൊരു പാര വെച്ച് കൊടുക്കാം എന്നുള്ള റിറ്റാലിയേറ്റ് ചെയ്യുന്ന ചിന്തയും പ്രതികാര മനസ്ഥിതിയും നമ്മുടെ ഉള്ളിൽ ഡെവലപ്പ് ചെയ്ത കുഞ്ഞ് കണ്ടാൽ ആ കുഞ്ഞ് വളർന്നു വരുമ്പോഴും ആ ഒരു രീതിയിലാണ് അത് ചെയ്യുക. അത് പ്രത്യേകം മനസ്സിലാക്കേണ്ട ആവശ്യമാണ്. ഇങ്ങനെ ഓരോ കാര്യങ്ങൾ കുഞ്ഞുങ്ങൾ കണ്ട് നമ്മളെ പഠിക്കുന്ന ബാല്യത്തിൽ, എസ്പെഷ്യലി ബാല്യത്തിലുള്ളൊരു കാര്യം കുഞ്ഞുങ്ങൾ നമ്മളെ കണ്ട് പഠിക്കുന്ന കാര്യം. വേറൊരു എക്സാമ്പിൾ, വണ്ടി ഓടിച്ചു പോകുന്നതിരിക്കട്ടെ. വണ്ടി ഓടിച്ചു പോകുമ്പോൾ ഒരു ട്രാഫിക്കിൽ നമ്മൾ പോയി കഴിഞ്ഞപ്പോഴേ ഒരു ട്രാഫിക്കിനകത്ത് നമ്മളൊരു ഒഫൻസ് ചെയ്തു. സിഗ്നൽ കഴിഞ്ഞിട്ട് കയറിപ്പോവുകയൊക്കെ ചെയ്ത് പോലീസ് പിടിച്ചു നിർത്തി. അത് ചെയ്യാൻ പാടില്ലാത്തതാണ് ചെയ്തു. പോലീസ് പിടിച്ചു നിർത്തി. കുഞ്ഞ് അവിടെ ഇരിപ്പുണ്ട്, നമ്മുടെ കുഞ്ഞെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആ പോലീസിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ, അല്ല 2000 രൂപയാണല്ലോ ഇപ്പം ഈ ചാർജ് ചെയ്യുന്നത്. അത് നമ്മൾ ഒരു 500 രൂപയുടെ നോട്ട് എടുത്തിട്ട് പിന്നെ ആ പോലീസിന് കൊടുത്ത് തൽക്കാലം ഒരു കൈക്കൂലി പോലെ കൊടുത്ത് അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് നമ്മൾ ശ്രമിച്ചു എങ്കിൽ കുഞ്ഞിനവിടെ ഒരു മെസ്സേജ് കിട്ടുകയാണ്. വിശ്വാസിയൊക്കെയാണെന്ന് പറഞ്ഞു, പക്ഷേ കാര്യസാധ്യത്തിന് വേണ്ടി അല്പം ബ്രൈബ് ചെയ്താലേ അല്ലെങ്കിൽ അല്പം കള്ളത്തരം കാണിച്ചാലേ കുഴപ്പമില്ല, കാര്യം വരുമ്പോൾ കള്ളത്തരം കാണിച്ച് നമുക്ക് കാര്യം നേടാം എന്നൊരു മെസ്സേജ് നമ്മളറിയാതെ കുഞ്ഞിന് കൊടുക്കുകയാണ്. അന്നേരം എന്താ ചെയ്യേണ്ടത്? അങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത്. വേണ്ട, ഞാൻ 2000 രൂപ അല്ലെങ്കിൽ 1000 രൂപ അതിൻ്റെ ഫൈൻ അടയ്ക്കാം എന്ന് പറഞ്ഞിട്ട് ആ പേപ്പർ അല്ലെങ്കിൽ അതിൽ നിന്ന് ആ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറുടെ കയ്യിൽ നിന്ന് ആ ഫൈനിൻ്റെ പേപ്പർ നമ്മൾ വാങ്ങുക എന്നുള്ളതാണ് നമ്മുടെ അനുവദനീയമായിട്ടുള്ള കാര്യം. കാരണം എന്താണ്, അനുദിന ജീവിതത്തിൽ നമ്മൾ ഇങ്ങനെ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മാതൃകയാണ്. അതുകൊണ്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളെല്ലാ കാര്യങ്ങൾ ചെയ്യുമ്പോഴും കുഞ്ഞുങ്ങൾ ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും, അല്ലെങ്കിൽ ദൈവം നമ്മളെ കാണുന്നുണ്ട്, അത് വേറെ വിഷയം. കുഞ്ഞുങ്ങൾ ഇല്ലാത്തപ്പോഴും ഒക്കെ മാതൃകയായിട്ട് നമ്മൾ ജീവിക്കാനായിട്ട് പഠിക്കണം. ഇത് ഏറ്റവും പ്രധാനമാണ്. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾ തിരിച്ചറിവ് വരുന്ന സമയം എന്ന് പറഞ്ഞാൽ ഒരു 4 വയസ്സ് കഴിഞ്ഞ് ഇങ്ങോട്ടുള്ള പീരീഡിൽ ഇതെല്ലാം കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിൽ ഒരിക്കലും പോവാതെ കിടക്കും. നമ്മളൊക്കെ ചിലപ്പോൾ മറന്നു പോയേക്കാം, എന്നാൽ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും അത് മറന്നു പോയില്ല. അതുപോലെ തന്നെ കൊച്ചു കുഞ്ഞുങ്ങളെ ഈ ശിക്ഷണത്തിൽ വളർത്തേണ്ട ആവശ്യമാണ്. ശിക്ഷിക്കുക എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ഞാനിതിപ്പം കൗമാരപ്രായത്തിൽ എത്തുന്നതിന് മുമ്പുള്ള ഒരു പീരീഡിലുള്ള കാര്യങ്ങളാണ് ഇപ്പം സംസാരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ കൗമാരപ്രായം പിന്നെ യൂത്തിൻ്റെ കാര്യമൊക്കെ പറയും.
അപ്പോഴിപ്പോഴേ നമ്മൾ ശിക്ഷണം, ജനറലി ഉള്ള ശിക്ഷണം എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ നമുക്ക് ശിക്ഷണം കൊടുക്കേണ്ടത് ആവശ്യമാണ് കുഞ്ഞുങ്ങൾക്ക്. പ്രോവർബ്സ് സദൃശവാക്യം 13:24 വടി ഉപയോഗിക്കാത്തവൻ തൻ്റെ മകനെ പകയ്ക്കുന്നു, അവനെ സ്നേഹിക്കുന്നവനോ ചെറുപ്പത്തിലേ അവനെ ശിക്ഷിക്കുന്നു. അപ്പോഴേ ഈ കുഞ്ഞുങ്ങൾ ശിക്ഷിക്കേണ്ട ആവശ്യമുണ്ട് എന്ന് വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അവരെ അടിക്കുക എന്ന് പറയുമ്പോൾ അതിനകത്ത് ശിക്ഷിക്കുക എന്ന് പറയുമ്പോൾ ഒരുപാട് ഡിസിപ്ലിനിങ് പ്രോസസ്സുണ്ട്. ഡിസിപ്ലിനിങ് ചിൽഡ്രൻ എന്ന് പറഞ്ഞിട്ട് ഒരു എപ്പിസോഡ് തന്നെ ഉണ്ട്, അന്നേരം ഞാനതിന് കൂടുതലായിട്ട് പറയാം. ഡിസിപ്ലിനിങ് ചിൽഡ്രൻ. അപ്പോൾ ശിക്ഷണം ആവശ്യമായിരിക്കുന്ന കേസിൽ ശിക്ഷണം കൊടുക്കണം, ആവശ്യമാണ്. എന്നാൽ അതിന് ചില റൂൾസൊക്കെ ഉണ്ട് കുടുംബത്തിൽ. ഇപ്പം അനുസരണക്കേട് കാണിച്ചാൽ ശിക്ഷിക്കണം. എന്നാൽ അറിയാതൊരു കാര്യം പറ്റി, അല്ലെങ്കിൽ ഒരു കുസൃതി കാണിച്ചു, അല്ലെങ്കിൽ ഒരു ഭിത്തിയിൽ വരച്ചു, കൊച്ചുങ്ങളാണ് ഭിത്തിയിലൊന്ന് വരച്ചു, അതിനൊന്നും ശിക്ഷിക്കാനായിട്ട് ശരിക്കും പാടില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അത് ശിക്ഷിക്കുമ്പോഴേ അതിന് ഇത്തിരി പ്രൊസീജിയറുണ്ട്. അത് കോപത്തിൽ നമ്മൾ ശിക്ഷിക്കാൻ പാടില്ല. കോപം തീർക്കാനല്ല നമ്മൾ ശിക്ഷിക്കേണ്ടത്. പ്രത്യേകിച്ച് ഓർക്കുക, കോപം തീർക്കാനല്ല ശിക്ഷിക്കേണ്ടത്. അതുപോലെ അടിക്കുന്നതെന്നൊക്കെ പറഞ്ഞാൽ കൊല്ലാനല്ല അടിക്കുന്നത്. പ്രോവർബ്സ് 19 പറയുന്നുണ്ട്, ഈ 18 വാക്യത്തിൽ, കുഞ്ഞുങ്ങളെ കൊല്ലുന്നത് പോലെയുള്ള ശിക്ഷയല്ല കൊടുക്കേണ്ടത്, അവരെ ശിക്ഷിക്കണം. അത് എബ്രായർക്ക് 12 അധ്യായത്തിൽ അപ്പൻ സ്നേഹിക്കുന്ന മകനെ ശിക്ഷിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ശിക്ഷിക്കുമ്പോഴേ നമ്മൾ അതിന് ചില റൂൾസും റെഗുലേഷനും ഒക്കെ ഉണ്ട്. പ്രത്യേകിച്ച് നിങ്ങൾക്കറിയാം, അമേരിക്കയിലൊക്കെ കുഞ്ഞുങ്ങളെ ഒന്നും അടിക്കാനോ അത് ഒന്നും പറ്റില്ല. അത് അടിച്ചു കഴിഞ്ഞാൽ അതൊക്കെ ഫൈനും അതുപോലെ അതിൻ്റേതായിട്ടുള്ള തടവും ശിക്ഷയൊക്കെ ഉണ്ട്. അതുകൊണ്ട് അങ്ങനെയൊക്കെ ശ്രദ്ധിക്കണം ചെയ്യുന്നത്. നമ്മൾ കോപം തീർക്കാനല്ല ശിക്ഷിക്കുന്നത്. അതുകൊണ്ട് എന്താണ് ഒരു വടി, പ്രത്യേകിച്ച് പ്രാക്ടിക്കലായിട്ട് നമ്മൾ പറഞ്ഞ ഒരു ചൂരൽ വടി എന്താണ് അവിടെ പെരയിൽ വെച്ചിരുന്നാൽ അത് സ്പെയറിംഗ് ആയിട്ട് യൂസ് ചെയ്യുക. എപ്പോഴും അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അതിൻ്റെ സിഗ്നിഫിക്കൻസ് അല്ലെങ്കിൽ അതിൻ്റെ ഇമ്പോർട്ടൻസ് എപ്പോഴും നഷ്ടപ്പെട്ടു പോകും. ആ വടി അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ആ വടി അവിടെ ഇരിപ്പുണ്ട്, ആ വടി വെച്ച് അടി കിട്ടും എന്നുള്ളൊരു ചിന്തയിൽ പല കുസൃതി അല്ലെങ്കിൽ അനുസരണക്കേടിൽ നിന്നുമൊക്കെ കുഞ്ഞ് മാറി നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. പ്രത്യേകിച്ച് ചെറിയ പ്രായത്തിൽ 4-5 വയസ്സ് വരെയൊക്കെ ഉള്ള സമയങ്ങളിൽ, ചിലപ്പോൾ 10 വയസ്സ് വരെയൊക്കെ അങ്ങനെയൊക്കെ നിന്നെന്ന് വരാം എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് എപ്പോഴും കൈ കിട്ടുന്ന സാധനം, ഇപ്പം നമുക്കൊരു ദേഷ്യം വന്നു, ഒരു കാര്യം ചെയ്തു, നമ്മൾ പറഞ്ഞ അനുസരണക്കേട് വന്നു, ദേഷ്യം വന്നു, കൈ കിട്ടുന്ന സാധനം കൊണ്ട് കുഞ്ഞുങ്ങളെ ഒരിക്കലും അടിക്കരുത്. തല്ലുന്ന കാര്യത്തിലായാലും അതുപോലെ കൈ കൊണ്ട് ഒരിക്കലും അടിക്കരുത്. കൈ തന്നിരിക്കുന്ന, ദൈവം തന്നിരിക്കുന്ന എന്തിനാണ്? സ്നേഹിക്കാൻ വേണ്ടിയാണ്. നമുക്ക് തന്നിരിക്കുന്ന കൈയും അതിൻ്റെ വിരലുകളൊക്കെ സ്നേഹിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ടല്ല കുഞ്ഞുങ്ങളെ ഒരിക്കലും അടിക്കേണ്ടത്. പ്രത്യേകിച്ച് ഓർക്കുക, ദേഷ്യം വരുമ്പം ദേഷ്യം തീർക്കാനായിട്ട് എന്തോ കൈ കിട്ടി അതുകൊണ്ട് അടിക്കുക. അതുകൊണ്ട് ദേഷ്യം തീർക്കാനുള്ളൊരു ഒരു ഒബ്ജക്റ്റ് അല്ല നമ്മുടെ കുഞ്ഞ്. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ സ്നേഹത്തോടു കൂടി അവരോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി എന്തിനാണ് ശിക്ഷിക്കുന്നതെന്ന് പറഞ്ഞിട്ട് മനസ്സിലാക്കും. എപ്പോഴും അതാണ്, ആ കോപം നമ്മളിൽ നിന്ന് പോകുമ്പോൾ പലപ്പോഴും നമ്മൾ മടിക്കും. അതായത് ഈ കോപത്തോടു കൂടി ശിക്ഷിക്കുമ്പോൾ ആ ശിക്ഷയുടെ കാഠിന്യം കൂടുകയും ചെയ്യും. എന്നാൽ അത് കോപം നമ്മളിൽ നിന്ന് വിട്ടുപോയിട്ട് നീ ചെയ്ത കുറ്റം എന്താണെന്ന് പറഞ്ഞിട്ട് അതിനുള്ളൊരു ശിക്ഷ, അടിയെങ്കിൽ അടി, അല്ലെങ്കിൽ താക്കീതെങ്കിൽ താക്കീത്, ഡിസിപ്ലിനിങ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. ഇതുകൂടാതെ എൻകറേജ്മെൻ്റ് ഉണ്ട്, അതിനെക്കുറിച്ച് നമ്മൾ പിന്നീട് പറയാം. അതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് ശിക്ഷിക്കുന്നതിനകത്ത് നമ്മളൊരിക്കലും വിമുഖത കാണിക്കരുത്. അവരെ ശിക്ഷിക്കേണ്ട സമയത്ത് ശിക്ഷിക്കണം. ഇതുപോലെ തന്നെ കുഞ്ഞുങ്ങളോട് നമ്മൾ രക്ഷാമാർഗം പറഞ്ഞു കൊടുക്കുക. ഇതെല്ലാം ചെറുപ്പത്തിൽ ചെയ്യണം. നേരത്തെ പറഞ്ഞ കാര്യമാണ്. കുഞ്ഞുങ്ങളോട് രക്ഷാമാർഗം പറഞ്ഞു കൊടുക്കുക, സൺഡേ സ്കൂളിൽ അയക്കുകയും ഒക്കെ പറയാം. അവർക്ക് ചെറുപ്പത്തിലേ തന്നെ രക്ഷാമാർഗം പറഞ്ഞു കൊടുക്കുക. ഇപ്പോൾ സാധാരണ നിങ്ങൾ ചിന്തിക്കും 10, 11, 12 വയസ്സ് കഴിയുമ്പോഴേ യേശുവിനെ കുറിച്ചും അല്ലെങ്കിൽ ദൈവത്തെക്കുറിച്ചുമൊക്കെ അവർ തിരിച്ചറിയുന്നു. പണ്ടൊക്കെ അങ്ങനെയായിരുന്നു. 12, 13 വയസ്സൊക്കെ കഴിയുമ്പോഴേ കൊച്ചുങ്ങൾ അതിനെക്കുറിച്ച് അറിയുള്ളൂ. ഇപ്പോൾ കുറച്ചും കൂടി ഈ തലമുറയിൽ, ഈ 2025 വർഷത്തിൽ ഞാൻ സംസാരിക്കുമ്പോൾ 2020 ജനിച്ച കൊച്ചുങ്ങൾക്കൊക്കെ ഈ 2025, 26 ആകുമ്പം അവർക്കൊരു സെർമൺ പോലും എടുക്കാനുള്ള കഴിവുണ്ട്. നമ്മൾ പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല. കുഞ്ഞുങ്ങളതനുസരിച്ച് അഡാപ്റ്റീവായിട്ട് അവരൊരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. എൻ്റെ ഒരു കൊച്ചുമോളുണ്ട്, അവൾ ദൈവവചനം കാണാതെ പറയുന്നുണ്ട്.
അതുപോലെ ഈവൻ ചില കാര്യങ്ങൾ പ്രാർത്ഥിക്കുന്ന കേട്ടാൽ, ചില പ്രാർത്ഥനകളൊക്കെ കേട്ടാൽ വലിയവർ പോലും അതുപോലെ പ്രാർത്ഥിക്കുകയില്ല. അങ്ങനെ കുഞ്ഞുങ്ങളെ ട്രെയിൻ ചെയ്ത് കൊണ്ടുവന്നാൽ അവർ ബെസ്റ്റായിട്ടത് ചെയ്യുന്നതായിട്ട് കാണാം. അതുകൊണ്ട് അവരുടെ രക്ഷയുടെ മാർഗ്ഗമൊക്കെ പറഞ്ഞു കൊടുക്കാൻ 10 വയസ്സ് വരെ ഒന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു 4-5 വയസ്സൊക്കെ കഴിയുമ്പം തൊട്ട് യേശു രക്ഷകനാണെന്നും യേശു ദൈവമാണെന്നും ദൈവമുണ്ടെന്നും അതുപോലെ ദൈവത്തിലേക്കുള്ള വഴി ഇതാണെന്നും ഒക്കെ പറഞ്ഞാൽ ഒരു 6, 7, 8, 9 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് ദൈവം അവർക്ക് വേണ്ട വെളിപ്പാടുകൾ കൊടുത്ത് അവർ കർത്താവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുന്ന കാണാൻ പറ്റും. അങ്ങനെ ഒരു രീതിയിൽ അവർ ടീനേജിലേക്ക് കയറി കഴിഞ്ഞാൽ ആ ടീനേജും അനുഗ്രഹിക്കപ്പെട്ട ഒരു ടീനേജ് ആയിരിക്കും എന്ന് നമ്മൾ മറന്നു പോയത്. അപ്പോഴേ ഞാൻ ഇന്ന് പറയാനായിട്ട് ആഗ്രഹിച്ചത് ഇതേ ഒരു കാര്യമാണ്. നമ്മുടെ ബാല്യത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ ഏത് രീതിയിൽ ട്രെയിൻ ചെയ്യണം എന്നുള്ളതാണ്. എപ്പോഴും പ്രധാനമുള്ളൊരു കാര്യമാണ്. കാരണം നമ്മുടെ സ്വഭാവ രൂപീകരണം കുഞ്ഞുങ്ങളിൽ ഏറ്റവും കൂടുതൽ നടക്കുന്നത് 4-5 വയസ്സ് വരെയാണ്. ഈ 4-5 വയസ്സ് വരെ അവരിൽ എന്ത് ഇംപ്ലാന്റ് ചെയ്യുന്നു അതായിരിക്കും അൾട്ടിമേറ്റായിട്ട് അവരുടെ സ്വഭാവ രൂപീകരണത്തിനും അവരുടെ ഡയറക്ഷനും ഇടയാകുന്നത്. അപ്പോൾ ബാല്യത്തിൽ കുഞ്ഞുങ്ങൾ എപ്പോഴും കൂടുതലും പേരൻസിനെ ഡിപ്പെൻഡ് ചെയ്ത് തന്നെ ഇരിക്കും. പേരൻസ് ഫോളോ ചെയ്യുന്ന മാർഗ്ഗങ്ങൾ അവർ ഫോളോ ചെയ്യാനായിട്ട് അവർ താല്പര്യപ്പെടും. കാരണം അവരാണ് റോൾ മോഡൽസായിട്ട് കുഞ്ഞുങ്ങൾക്കുള്ളത്. അതുപോലെ തന്നെ പേരൻസ് പറയുന്നതൊക്കെ മിക്കവാറും ഒക്കെ കുഞ്ഞുങ്ങൾ കേൾക്കും. ഇല്ലെങ്കിൽ ഒരടിയൊക്കെ കൊടുത്താൽ കുഞ്ഞുങ്ങൾ അനുസരിക്കാനായിട്ട് ബാധ്യസ്ഥരാണ്, അവരനുസരിക്കുകയും ചെയ്യും. ഇതെല്ലാം ബാല്യത്തിൽ. അതിന് ഈ ബാല്യത്തിൽ നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരെ കൂടുതലായിട്ട് നമ്മൾ സ്പിരിച്വൽ കാര്യങ്ങളിൽ ഇൻവോൾവ് ചെയ്യിപ്പിക്കുകയും ബൈബിള് പഠിപ്പിക്കുകയും യേശുവിനെ രക്ഷകനായി സ്വീകരിക്കേണ്ട ആവശ്യത്തെക്കുറിച്ച് പറയുകയും അത് മനസ്സിലാക്കുകയും അവരുടെ കുടുംബത്തിലുള്ള ഇമ്പോർട്ടൻസും റോൾസും ഒക്കെ അവരോട് പറഞ്ഞു കൊടുക്കുകയും ഒക്കെ ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് മാതാവും പിതാവും, ആദ്യത്തെ റോള് മാതാവിനാണ്, പിന്നെ പിതാവും. ഇത് രണ്ടും ശ്രദ്ധിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് ഈ LKG UKG വരെയുള്ള സമയങ്ങളിലൊക്കെ മാതാവിന് ഭയങ്കര റോളുണ്ട്. മാതാവാണ് അവരുടെ കാര്യങ്ങൾ കൂടുതലായിട്ട് ചെയ്യേണ്ടത്. കാരണം കുറച്ചുകൂടെ അഫെക്ഷനേറ്റായിട്ട് കുറച്ചും കൂടി ടെൻഡറായിട്ട് അവരോട് കൂടെ ഇരിക്കേണ്ട മാതാവാണ്. അതുകൊണ്ട് മാതാവും പിതാവും, ഇപ്പം പിതാവ് ജോലി ദൂരസ്ഥലത്താണെങ്കിൽ പോലും പിതാവ് എഫക്റ്റീവായിട്ടുള്ള ടൈം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം. പ്രത്യേകിച്ചും ഈ ബാല്യത്തിലെ ആയെ ഏൽപ്പിച്ചിട്ട് അങ്ങനെ പോകുന്ന സ്റ്റേജുകൾ ഒരുപാടുണ്ട്. ആയമാർ നോക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. അവിടെയൊക്കെ ക്യാരക്ടറിലും അവരുടെ മോറൽ സ്റ്റാൻഡേർഡ്സിലും ഒക്കെ പിന്നീട് വീക്ക്നെസ് വന്ന് കാണുന്നുണ്ട്. അതുകൊണ്ട് പേരൻസ്, ദൈവത്തെ അറിയുന്ന പേരൻസ് ഈ കുഞ്ഞുങ്ങൾക്ക് എഫക്റ്റീവായിട്ട് പ്രോഫിറ്റബിളായിട്ടുള്ള ടൈം കൊടുക്കുകയും അവരോട് കൂടെ ഇരിക്കുകയും അവരോട് കൂടെ ഇരുന്ന് സംസാരിക്കുകയും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരവസ്ഥ ഈ 10 വയസ്സ് വരെയുള്ള പീരീഡിൽ ഉണ്ടാവണം. ഉണ്ടായില്ലെങ്കിൽ സ്വഭാവ രൂപീകരണത്തിലത്തെ വൈകല്യങ്ങൾ വരും. അത് പിന്നീട് പ്രയാസങ്ങളുണ്ടായിത്തീരും. ഞാൻ എൻ്റെ ഇന്നത്തെ ഒരു എപ്പിസോഡ് നിർത്തുകയാണ്. തുടർമാനമായിട്ട് നമുക്ക് ചിന്തിക്കണം. ഇനിയും നമ്മൾ ടീനേജിലേക്ക് ടീനേജിലേക്ക് കയറുമ്പോഴേ എന്തെങ്കിലും മിസ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ ഇതിനകത്തുനിന്ന് പറയാനായിട്ട് ശ്രദ്ധിക്കാം. നിങ്ങളിത് തുടർമാനമായി കാണണം. ബാല്യത്തിൽ ഏത് രീതിയിലാണ് നമ്മൾ ഇടപെടേണ്ടതെന്നുള്ളതാണ് ചുരുക്കമായി പറഞ്ഞ്. ഇനി അതിനകത്ത് കുറച്ചുകൂടെ പറയാനായിട്ടുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഇത് കണ്ടുകൊണ്ടിരുന്ന പ്രിയപ്പെട്ടവരെ എല്ലാം ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളെ ഏത് രീതിയിൽ വളർത്തണമെന്നുള്ള വലിയ ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. അത് ഈ ദിവസങ്ങളിൽ കർത്താവെ ഞങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ അത് പറഞ്ഞു തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ചും ലോകത്തിൽ ജ്ഞാനം വേണ്ട ഒരു കാര്യമാണല്ലോ കർത്താവെ കുഞ്ഞുങ്ങളെ വളർത്തുന്നതിൽ. അത് കർത്താവെ ഒരു പട്ടാള ചിട്ടയോടല്ല ചെയ്യേണ്ടത്. പിന്നെയോ കർത്താവെ അവരെ സ്നേഹം കൊടുത്തത് മനസ്സിലാക്കി, തെറ്റുകളെ മനസ്സിലാക്കി, വീഴുന്നത് മനസ്സിലാക്കി, അതിൽ നിന്ന് അവരെ എൻകറേജ് ചെയ്ത് ഉയർത്തിക്കൊണ്ടുവരുവാനായിട്ട് കർത്താവെ ഇടവരുത്തണമേ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ആരുടെയെങ്കിലും ഭവനങ്ങളിലൊക്കെ കർത്താവെ എന്തെങ്കിലുമൊക്കെ കോംപ്ലിക്കേറ്റഡ് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഇതെല്ലാം ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, ഇത് കർത്താവെ നോർമൽസിയിൽ വരുവാനായിട്ട് കർത്താവെ സഹായിക്കണമേ. കുഞ്ഞുങ്ങൾ ഒരിക്കലും കർത്താവെ റിബല്യസായി പോകാനായിട്ട് കർത്താവെ വരുത്തരുതേ, അനുവദിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നേരത്തെ ഉള്ളതുപോലെയല്ല, കുഞ്ഞുങ്ങളെ ചെറുപ്പത്തിലേ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു വരുന്നതിനാൽ കർത്താവെ അവരുടെ മെൻ്റൽ എബിലിറ്റിയിലൊക്കെ കർത്താവെ എൻകറേജ്മെൻറ്റ് വന്ന് ബലപ്പെടുവാനായിട്ട് ഈ ദിവസങ്ങൾ കർത്താവെ സഹായിക്കുക, ഇടവരുത്തുകയും ചെയ്യണമേ. എന്നെ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന ചില വ്യക്തിയിൽ ചില കുഞ്ഞുങ്ങൾ ചില മാനസികമായിട്ടുള്ള ചില പ്രയാസങ്ങൾ ഡെവലപ്മെൻറ്റ് സ്റ്റേജിൽ അനുഭവിക്കുന്നതായിട്ട് അറിയുന്നു.
അവരുടെ പല കാര്യങ്ങൾ, അവരുടെ ഡേ ടു ഡേ അഫയേഴ്സിനകത്ത് ചില പ്രയാസങ്ങൾ, അല്ലെങ്കിൽ അവരുടെ ഡെവലപ്മെൻറ്റിലെ ചില പ്രയാസങ്ങൾ കാണുന്ന ചില കുടുംബങ്ങൾ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ആ കുഞ്ഞുങ്ങളെ നിങ്ങളെ ചേർത്ത് വെച്ചൊന്ന് പ്രാർത്ഥിക്കുമോ? എന്നോട് ചേർന്ന് ആ കുഞ്ഞുങ്ങളെ തൊട്ട് നിങ്ങളൊന്ന് പ്രാർത്ഥിക്കുമോ? പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആ കുഞ്ഞുങ്ങളെ ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഏതെങ്കിലും ഡിഫക്റ്റുകൾ അവരുടെ ജീവിതത്തിലുണ്ടെങ്കിൽ, കർത്താവേ, ശരീരത്തിലോ അല്ലെങ്കിൽ കർത്താവേ മനസ്സിലോ സൈക്കോസൊമാറ്റിക് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ അതെല്ലാം മാറിപ്പോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളവരെ ഏൽപ്പിക്കുന്ന കർത്താവെ, ഇപ്പോഴേ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ വലിയൊരു റിലീസ്, വലിയൊരു വ്യത്യാസം കർത്താവെ ആ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നോട് ചേർന്ന് പ്രാർത്ഥിച്ച മാതാപിതാക്കൾ അത് വിശ്വാസത്തിൽ ഏറ്റെടുക്കുവാനും ഈ ദിവസങ്ങളിൽ ആ ചേഞ്ച്, ആ മിറക്കിൾ അവരുടെ ജീവിതത്തിൽ വന്ന് കാണുവാനും ഇടവരുത്താൻ സഹായിക്കുകയും ചെയ്യണം. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കുമാറാണമേ. ആമേൻ. ഇത് വാച്ച് ചെയ്ത് എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. തുടർന്നും ഇത് കാണണം. കുഞ്ഞുങ്ങളെ വളർത്തേണ്ട പേരൻറ്റിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. ഇതൊരു വാസ്റ്റ് സബ്ജക്റ്റാണ്. പ്രത്യേകിച്ചും ഈ തലമുറയിൽ എങ്ങനെ മുമ്പോട്ട് പോകണമെന്നുള്ളതിനെക്കുറിച്ച് സീരിയസ് ആയിട്ട് പറയും. നിങ്ങളിതെല്ലാം വാച്ച് ചെയ്ത് ഇത് നോട്ട്സ് എഴുതണം, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങളുടെ കമൻറ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക. സ്പെസിഫിക് ആയിട്ടുള്ള പ്രെയർ റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ ആ വാട്സാപ്പ് നമ്പറിൽ അയച്ചു തന്നാൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.